ശശാങ്ക, നമ്മൾ തൃത്താല അമ്പലത്തിലെ പ്രസിഡന്റ് സെക്രട്ടറിയാ. നമുക്ക് ഈ വർഷത്തെ ഉത്സവം അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിക്കാം. നല്ല ഒരു പരിപാടി വെക്കണം. അപ്പൊ നമുക്ക് നാടകം അങ്ങ് വെച്ചാലോ? നാടകം വേണ്ടെന്നേ, നമുക്കൊരു ബാലെ ബുക്ക് ചെയ്യാം. ബാല ബുക്ക് ചെയ്യാനാ? എന്തിനാടാ ബാലെന്ന് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വന്നിരുന്ന് കാണൂല. പിന്നെ ഇനിയിപ്പോ നിന്റെ ഒരു നല്ല നാടകം കൊണ്ട് അമ്പലപ്പറമ്പ് വെച്ചിട്ട് ആൾക്കാരെല്ലാം കൂടെ അങ്ങോട്ട് വരാൻ പോയല്ലേ? എടാ, എല്ലാരും ഇപ്പൊ TV ചാനലിന്റെ മുമ്പിലല്ലേ. ഒരൊറ്റ ആൾക്കാർ അമ്പലപ്പറമ്പിൽ ഒന്നും പരിപാടി കാണൂല. ഇനി അഥവാ ഒരു നല്ല പരിപാടി വെച്ച് കഴിഞ്ഞാൽ അപ്പ വരും മാട്ട കേബിൾ ടിവിക്കാര്. ഇത് ഷൂട്ട് ചെയ്തിട്ട് അപ്പൊ തന്നെ ലൈവ് വിടത്തില്ലേ? ഈ കേബിൾ ടിവിക്കാരെ കണ്ട് ഒരു രക്ഷയില്ല, ഒരു പരിപാടി നടത്താൻ പറ്റൂല. അപ്പൊ പിന്നെ നീ എന്തോ പറയണ? ബാല ബുക്ക് ചെയ്യാന്ന? ഞാൻ പറയണത് ബാല ബുക്ക് ചെയ്യാന്ന. ഇപ്പൊ തന്നെ എല്ലാ വീട്ടിലും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ ഭക്തി സീരിയലിന്റെ ബഹളല്ലേ. നമുക്കൊരു കാര്യം ചെയ്താലാ, ഇവരെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിട്ട് നമ്മുടെ അമ്പലത്തിൽ ഒരു ഭക്തി ബാല വെച്ചാലാ? എടാ ഒന്ന് പോടാപ്പാ. എടാ, ഉള്ള ദൈവങ്ങളെ കംപ്ലീറ്റ് വിറ്റിപ്പ ചാനലുകാര് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കട്ടെ. എനിക്കൊരു കാര്യം അറിയോ? നമ്മുടെ രാജ്യത്തെ ദൈവങ്ങൾ മൊത്തം തീർന്നിട്ട് ഇപ്പൊ അയൽ രാജ്യത്തെ ദൈവങ്ങളെ കടമെടുത്തിരിക്കുകയാണ് ചാനലുകാര്. എന്തൊക്കെ പറഞ്ഞാലും, ആൾക്കാർ എത്രയൊക്കെ വെറുത്തെന്ന് പറഞ്ഞാലും ഇപ്പോഴും ഭക്തി സീരിയല് കാണുന്നുണ്ടല്ലോ. എടാ, ഭക്തി സീരിയൽ കണ്ട് ജനങ്ങൾ മടുത്ത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ ബാല വേണ്ട. ഞാൻ പറയണത് നമുക്കൊരു ബാല ബുക്ക് ചെയ്യാന്നുള്ളതാ നമ്മുടെ അമ്പലത്തില്. എടാ, ബാല വേണ്ട, നാടകം മതി. നാടകം മതി, ബാല മതി, നാടകം മതി. എന്നാ ഒരു കാര്യം ചെയ്യും. ആദ്യം ഞാൻ തലക്ക് മൂത്തത് ഞാനല്ലേ, എന്റെ അഭിപ്രായത്തെ മാനിച്ച് എന്റെ ഒരു കൂട്ടുകാരൻ ബാലക്കാരനുണ്ട്. നമുക്ക് ആദ്യം പോയി ബാല ബുക്ക് ചെയ്യാം. അഥവാ നിനക്ക് ബാല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ബാല തന്നെ ബുക്ക് ചെയ്യാം. അല്ല, നിന്നെ നാടകം ബുക്ക് ചെയ്യാം. അങ്ങനെ പറ. എടാ, ഇങ്ങോട്ട് കേറി വാ. ദേ ഇതൊക്കെ കണ്ടുപഠിക്ക്. ഇതൊക്കെയാണ് ബാല ബുക്കിംഗ് ഓഫീസ്. ചേട്ടാ, ഇവിടെ ആരും ഇല്ലേ? അയ്യോ, ഇവിടെ ആരും ഇല്ലേന്ന്. കടക്കുപുറത്ത് പോവാ, ഞാൻ പറഞ്ഞല്ലേ. അല്ല, ഞാനാണ് ബാലയുടെ ഓണർ. ബാലയുടെ ഓണറായിരുന്നാ? പേടിച്ചു പോയി. റിഹേഴ്സലായിരുന്നു, അതാ ഈ വിയർത്ത് കുളിച്ചിരിക്കുന്നത്. അത് ശരി. അതെ ചേട്ടാ, ഞങ്ങൾ തൃത്താല അമ്പലത്തിലെ കമ്മിറ്റിക്കാരാണ്. ഞാൻ പ്രസിഡന്റ്, ഇത് സെക്രട്ടറി. അത് ഞങ്ങളുടെ അമ്പലത്തിൽ ഒരു ബാല വേണം. ഡേറ്റ് എന്നാ? ഫെബ്രുവരി 15. ഫെബ്രുവരി 15. ഡബിൾ ആണെന്ന്. ഡബിൾ ആണെന്ന്? അയ്യോ ചേട്ടാ, എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ബാല തരണം. ത്രിപിൾ തരാം. ത്രിപിൾ ആയാലും 1.5. 1.5? അയ്യോ ചേട്ടാ, 1.5 വേണ്ട. പിന്നെ രാത്രി 10 മണിക്ക് കളിക്കണം ബാല. 10 മണിക്ക് നോട്ടീസിൽ വെക്കുക. ഞങ്ങൾ 1.5 കയറി വരുന്നു. അതിനു മുമ്പായി ഞങ്ങളുടെ പിള്ളേരുടെ ഒരു സിനിമാറ്റിക് ഡാൻസ് ഞങ്ങൾ തന്നെ വെച്ച് തരുന്നു. അതെ, ബാലയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ബാലയുടെ പേരെന്താ? രാവണവധം. അതെ ചേട്ടാ, ഈ ബാലയുടെ കഥാസാരം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? രാവണവധം കഥ തുടങ്ങുന്നത് രാവണനെ വധിക്കുന്നതോടാണ്. ഫ്രണ്ട് കർട്ടൻ അങ്ങോട്ട് ഉയരുമ്പോൾ രാവണന്റെ ചിതക്കരികിൽ വിതുമ്പിക്കരയുന്ന സ്വന്തം അനുജനായ കുംഭകർണനെയാണ് കാണുന്നത്. ചിതയുടെ മുന്നിൽ നിന്ന് ഇറങ്ങിയ കുംഭകർണൻ നേരെ കാണുന്ന ഒരു ഹൈവേ ആണ്. ആ ഹൈവേയുടെ മുന്നോട്ടിറങ്ങുമ്പോൾ സുഗ്രീവനും 4-5 പടയാളികളും എതിരെ വരുന്നത്. ദേഷ്യം സഹിക്കവയ്യാതെ ഈ കുംഭകർണൻ സുഗ്രീവന്റെ മേലെടുത്ത് ചാടി വീഴുന്നു. ഒറ്റയിടി കൊടുക്കുന്നു. ആ സുഗ്രീവൻ ജീവനും കൊണ്ട് ഓടുമ്പോൾ കുംഭകർണൻ നോക്കുമ്പോൾ 4-5 പടയാളികൾ നോക്കി ഇളിച്ചു നിൽക്കുന്നു. അവരെ ഇങ്ങനെ വാരി അങ്ങോട്ട് എടുത്ത് ഒറ്റയിടി കൊടുക്കുന്നു. പിന്നെയും ദേഷ്യം സഹിക്കവയ്യാതെ കുംഭകർണൻ മുന്നോട്ട് യാത്രയാകുകയാണ്. പിന്നെ കണ്ണിക്കാണുന്ന എല്ലാം കുംഭകർണൻ വെട്ടുകയാണ്. പിന്നെ എല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആദ്യം ഇടി കിട്ടിയവനെ വീണ്ടും കുംഭകർണൻ ഇടിക്കുകയാണ്. അതിനുശേഷം മുന്നോട്ട് നടക്കുമ്പോൾ പിടിച്ചവനെ വീണ്ടും പിടിച്ച് കൈ പിടിച്ച് തിരിച്ചു കൊടുക്കുന്നു. കുംഭകർണന് ആകപ്പാട് ദേഷ്യമിളകി, കലിയിളകി. സ്വന്തം ജ്യേഷ്ഠനെ വധിച്ച എല്ലാവരോടും പകയായി, ലോകത്തോട് പകയായി, സ്വന്തമായിട്ടും പകയായി. പിന്നെ മുന്നിൽ കാണുന്നവനെ ഇടിച്ചവനെ വീണ്ടും പിടിക്കും. അതാണ് കുംഭകർണൻ. പിന്നെ പിടിക്കുന്നു, പിന്നെ ഇടിക്കുന്നു. അവസാനം കുംഭകർണൻ സ്വന്തം അരയിലിരിക്കുന്ന ഉടവാൾ ഊരി. ക്ഷമിക്കണം കേട്ടോ, ഉടവാളില്ല. ഉടവാൾ എടുത്തിട്ട് ഇപ്പൊ വരാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ശരിയാവൂല. അങ്ങോട്ട് രക്ഷപ്പെടാം. ഒന്നും വേണ്ട.
ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലടാ അപ്പോഴേ കണ്ട ബാലയൊന്നും ബുക്ക് ചെയ്യാൻ പോണ്ടെന്ന്. എടാ ഏതായാലും ഒരു അബദ്ധം സംഭവിച്ചു പോയി. നിന്റെ ഇഷ്ടം നാടകമാണെങ്കിൽ നീ നാടകം ബുക്ക് ചെയ്തോ, എനിക്ക് പരാതിയില്ല. എങ്കിൽ നാടകം ബുക്ക് ചെയ്യുന്നുള്ളൂ. ആ ബുക്ക് ചെയ്യാൻ വിളിക്ക്. കണ്ടാടാ നാരായണത്ത് പ്രാന്തൻ നല്ല നാടകമാണ്. ആ വല്ല ഭ്രാന്തന്മാരുടെയും കഥയായിരിക്കുള്ളൂ. ചേട്ടോ ഇവിടെ ആരുമില്ലേ? അനുഗ്രഹിക്കണം. സ്വാമിയല്ലേ, ഞാൻ ബുക്കിംഗ് ഏജന്റ് അല്ലേ? ആണാ? നമുക്ക് നാടക ട്രൂപ്പ് ഉണ്ട്. ആണാ? ചേട്ടാ ഞങ്ങൾക്ക് നല്ലൊരു നാടകം വേണം. നല്ല നാടകം. നാരായണത്ത് പ്രാന്തൻ കേട്ടിട്ടില്ലേ? 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ. ചേട്ടനാണ് ഭ്രാന്തൻ. അതെ. അത് മനസ്സിലായി. പക്ഷെ ഞങ്ങൾക്ക് നാടകം വേണം. നാരായണത്ത് പ്രാന്തൻ സൂപ്പർ നാടകമാണ്. എന്തെങ്കിലുമൊക്കെ ആകട്ടെ, 2 ദിവസം മുമ്പ് വരിക, അവിടെ കിടക്കുക, താമസിക്കുക. പക്ഷെ നാടകം ഫെബ്രുവരി 15 10 മണിക്ക് തട്ടേ കയറിയിരിക്കണം. നായകനെ അത്രേ ഉള്ളൂ. ഞാനാണ്. ചേട്ടനാണോ ഭ്രാന്തനായിട്ട് നാരായണത്ത് പ്രാന്തൻ അത് കണ്ടാലും പറയും. correct അല്ലേ? Look ഉണ്ട്. പിന്നെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? റേറ്റ് നാരായണത്ത് പ്രാന്തനായിട്ട് 8500 രൂപ. ലാസ്റ്റ് റേറ്റ് 5500 രൂപ. ഇല്ല നാടകം വേണ്ട. 8500 രൂപ അല്ലല്ല, നാടകം. 5500 രൂപ തരൂ. അതേ ഉള്ളു ഞങ്ങളുടെ കയ്യില്. അല്ല നാടകം വേണ്ട. എക്സ്ക്യൂസ് മീ, 8500 രൂപ കുറഞ്ഞ് നാടകം ബുക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകുമോ? അല്ല, നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ 5500 ഉള്ള കാര്യം പറയാല്ലേ. 8500 രൂപയ്ക്ക് നിനക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമോ? 5500 രൂപ അത്രേ ഉള്ളൂ. 8500 രൂപ കുറഞ്ഞ് നാടകം തരാൻ പറ്റില്ല. 5500 തരൂ പറഞ്ഞു. 8500 രൂപയ്ക്ക് ബുക്ക് ചെയ്യുമോ ഇല്ലയോ? അവനെ വിട്. ഞാൻ നാരായണത്ത് പ്രാന്തനാണ്. എടാ, നാരായണത്ത് പ്രാന്തൻ അല്ല, ഇത് ഒറിജിനൽ പ്രാന്തനാടാ. പാടാൻ നോക്ക്, പോടാ. വാ, ഇതാണ് ഈ നാടകത്തിന്റെ ആള്. നമുക്കൊന്ന് നോക്കാം. ചേട്ടോ, ഞങ്ങൾ തൃത്താലമ്പലത്തിലെ കമ്മിറ്റിക്കാരാണ്. ഞങ്ങൾ ആദ്യം ഒരു സ്ഥലത്ത് ബാല ബുക്ക് ചെയ്യാൻ പോയി. ഓ, അവിടുന്ന് ഒരു കണക്കിനാണ് ഞങ്ങൾ രണ്ടുപേരും രക്ഷപ്പെട്ടത്. പിന്നെ ഇവന്റെ നിർബന്ധ പ്രകാരം ഒരു നാടകം ബുക്ക് ചെയ്യാൻ പോയി. അവിടുത്തെ ഒരു ഭ്രാന്തൻ ഞങ്ങളെ കൊന്നില്ലെന്ന് മാത്രമല്ല ചേട്ടാ. ഇനി ഞങ്ങൾക്ക് നാടകവും വേണ്ട, ബാലയും വേണ്ട. ഞങ്ങൾക്ക് ചേട്ടന്റെ പരിപാടി മതി. അല്ല, ചേട്ടൻ നാടകത്തിന്റെ പേരെന്താന്നാ പറഞ്ഞത്? എന്റെ പുതിയ നാടകത്തിന്റെ പേരാണ് ഡ്രാക്കുള. നമുക്കിതങ്ങ് ഉറപ്പിച്ചാലോ? ഇവന്മാരെന്ന മനുഷ്യനെ കണ്ടിട്ടില്ലേ?